ഇനി നമുക്ക് താഴെ വീരാളിപ്പട്ടിൻ്റെ ബോക്സ് വരച്ച് വെച്ചിട്ടുണ്ടല്ലേ, അതിനൊന്ന് വീരാളിപ്പട്ടായിട്ട് വരയ്ക്കണം. അപ്പം അതിന് വേണ്ടി നിങ്ങൾ ഏതെങ്കിലും ഒരു തലക്കും തുടങ്ങുക. അപ്പം ഞാൻ ഈ സൈഡും തുടങ്ങുന്നുണ്ട്. 1 2 3, അതായത് ഈ ലൈന് ബോക്സ് നോക്കുമ്പോൾ ലൈൻ നോക്കുമ്പോൾ 1 2 3 4ാമത്തെ ലൈൻ. ഇവിടുന്ന് 1 2 3 4ാമത്തെ. ഇവിടെ ഒരു ബോക്സ് ഞാൻ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1 2 3 ബോക്സ് ഇവിടെ വിട്ടിട്ട് അടുത്ത് കിട്ടും. ഇവിടുന്ന് 3 ബോക്സ് വിട്ടു, ഇവിടെ ഒരു ബോക്സ് വരച്ചു. 3 ബോക്സിനെ സമചതുരമാക്കി മാറ്റി. അതിൻ്റെ കോർണറിലേക്ക് ഇതൊരു ഭാഗം, ഇതും ഒരു ഭാഗം, അതുപോലെ 4 ഭാഗത്തേക്കും ഇങ്ങനെ ഈ ബോക്സിനെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുക. ഇതാണ് റെഡ് ലൈൻ ചെയ്യേണ്ടത് കേട്ടോ. ഇതാ ഇവിടെയും 4 കോർണറിലേക്കാണ് പോകേണ്ടത് കേട്ടോ. ഇങ്ങനെ വന്നു. ഇവിടെ ഒരു ബോക്സ് ഇതുപോലെ 2 വാല് പോലെ 4 കോർണറിലേക്കും. ഇത് തന്നെയാണ് നമുക്ക് ഇങ്ങോട്ടൊക്കെ വരയ്ക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിന് നേരെ ഇങ്ങോട്ട് വീണ്ടും വരയ്ക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു ബോക്സ് ഗ്യാപ്പ് ഇടും. ഇതാ, എന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ പോകും. യെസ്. ഇനി ഇവിടെ അടുത്ത ബോക്സ്, എന്നിട്ട് കോർണറിലേക്ക് ഇതാ ഇവിടെ ഒരു ബോക്സ് ഗ്യാപ്പ് പോകണം. അതുപോലെ ഈ കോർണറിലേക്കും ഈ കോർണറിലേക്കും താഴെ. നിങ്ങൾ ക്ലിയർ ചെയ്തെടുക്കട്ടെ, ഞാൻ അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. കറക്റ്റായിരിക്കണം ലൈനുകളെല്ലാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഡിസൈൻ വന്നു. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് പോവാം. അതുപോലെ മുകളിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ അത്രേ ഉള്ളൂ. ഒരു ഗ്യാപ്പ് ഇടുക. ഇതാ, എന്നിട്ട് ഇങ്ങനെ വന്നു. ഇവിടെ ഇതാ താഴെ ഇങ്ങോട്ടും ഇതാ ഇങ്ങനെ വരും. അതുപോലെ എല്ലാം ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൽ യെല്ലോ അടിക്കണം. ഇതാണല്ലോ നമ്മൾ ഷേപ്പ്. ഈ ഷേപ്പിൽ ഇതും വൈറ്റ്, ഈ കോർണറിലേക്ക് പോകുന്നതെല്ലാം വൈറ്റ്. ഇത് കളർ അടിക്കരുത്. ഓക്കെ, അതെല്ലാം എല്ലാത്തിൻ്റെ ഉണ്ടോ ഇതുപോലെ ഇതൊക്കെ വൈറ്റ്. ഇനി ഈ ബോക്സ് വരുന്നുണ്ടല്ലോ, അത് നമുക്ക് ഇവിടെ ബ്ലാക്കാണ്, ഇവിടെ ബ്ലാക്ക്, ഇത് യെല്ലോ ആണ്. അപ്പോൾ എന്ത്, ഈ വാല് വരുന്ന മാത്രം വൈറ്റ് ഒഴിച്ചിട്ട് ബാക്കി നിങ്ങളെല്ലാം യെല്ലോ അടിച്ചോളൂ, 3 കോട്ട്. അപ്പോൾ എവിടേക്ക് വരും, ഈ ഗ്യാപ്പ് മൊത്തം വരും അല്ലേ, താഴെ ഇവിടെ എല്ലാം വരും. ഈ ഗ്യാപ്പ് വരും, എല്ലാം യെല്ലോ. ഈ ഒരു വാല് മാത്രം വൈറ്റ് വയ്ക്കുക, എന്നിട്ട് ഈ ബോക്സും യെല്ലോ അടിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം റെഡ് ലൈൻ ഇവിടെ വരയ്ക്കണം. ബാക്കി ഈ ലൈൻസൊക്കെ മായ്ച്ച് കളയണം. ഇതിൻ്റെ ഗ്യാപ്പിലുള്ള ഈ ലൈൻസ് ഉണ്ടല്ലോ, ഇത് മായ്ച്ച് കളയണം. അതുപോലെ ഈ ഗ്യാപ്പിലുള്ള ലൈന്, ഇവിടെയുള്ള ലൈനുകളെല്ലാം മായ്ച്ച് കളയണം. നമുക്കിനി ഈ ലൈൻ മാത്രം മതി, ഇതായി ഷേപ്പിൻ്റെ. അതുപോലെ ഇവിടെയൊക്കെ ബാക്കി എല്ലാം യെല്ലോ, ഇത് മാത്രം വൈറ്റ്, ഈ വാലുകൾ മാത്രം. ഓക്കെ, അങ്ങനെ അടുത്ത ക്ലാസ്സിൽ അതും കൂടി ചെയ്യണം.